റേഡിയോ ജൻവാണി 90.8 FM മലയാളത്തിന്റെ മധുരതരംഗം. കാതോരം മിനിമൊഴിയും വർണ്ണങ്ങൾ കതിച്ചൊരിയും ഒന്നാകും മനസ്സുകളിൽ അറിവിൻ പുഞ്ചിരി മഴയാ ചുവടുകളിൽ ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ. FM ഓപ്പൺ സ്പേസ്, പാട്ടിനപ്പുറം അല്പം വിജ്ഞാനം. മദ്യപാനശീലത്തിൽ നിന്ന് പുറത്തു കടക്കാം ഇനി ഈസിയായി. റേഡിയോയിൽ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ കയ്യിലെടുത്തോളൂ. ഈ നമ്പറുകൾ ഇപ്പോൾ തന്നെ കുറിച്ചു വെച്ചോളൂ. 9447 96 1166 9447 96 1177. നമ്പറുകൾ വീണ്ടും പറയാം. 9447 96 1166 9447 96 1177. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 26. ലോകം മുഴുവൻ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ് ഈ ദിവസം. നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും ഒരുപോലെ കാർന്നു തിന്നുന്ന ഒന്നാണ് മദ്യാസക്തി എന്ന സാമൂഹിക വിപത്ത്. മദ്യപാനം തകർക്കുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, അയാളെ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ മുഴുവൻ സമാധാനവും സന്തോഷവുമാണ്. മദ്യപാനം എന്ന വലിയ വിപത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെയും പ്രിയപ്പെട്ടവരെയും മോചിപ്പിക്കാൻ പ്രതിബദ്ധതാപൂർവം ഇടപെടുന്ന സാമൂഹിക സംഘടനയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ പെട്ടുലയുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തു തന്നെയുണ്ട്. കാലാകാലങ്ങളായി മലയാളികളുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളുമെല്ലാം മദ്യവുമായി ചേർന്ന് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാധ്യമ ചുറ്റുപാടിൽ പ്രായോഗികമല്ലാത്ത ആശയവാദങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഇനി മദ്യപിക്കില്ല എന്ന് സ്വയമേവ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന നിശബ്ദ പ്രവർത്തനങ്ങളിലേക്കാണ് ഇന്ന് ജൻവാണി FM ഓപ്പൺ സ്പേസിലൂടെ സാമൂഹിക പ്രതിബദ്ധതയോടെ അതിന്റെ മൈക്രോഫോൺ തുറന്നുവയ്ക്കുന്നത്. ഇതാ അനുഭവസ്ഥർ മനസ്സ് തുറക്കുന്നു. പ്രിയപ്പെട്ട ജൻവാണി ശ്രോതാക്കളെ, 1935 അമേരിക്കയിൽ 2 അമിത മദ്യാസക്തർ വളരെ യാദൃശികമായി ഒത്തുചേർന്നു. ഒരാൾ അതിപ്രഗത്ഭനായ ഒരു ഓഹരി ബ്രോക്കറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബിൽ ഡബ്ല്യു എന്നായിരുന്നു. മറ്റൊരാൾ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബോബ്. ഈ 2 പേരും അവരവരുടെ മേഖലകളിൽ അതീവ പ്രാഗൽഭ്യമുള്ളവരായിരുന്നുവെങ്കിലും അവർ 2 പേരും അമിത മദ്യപാനത്തിന് അടിമപ്പെട്ടവരായിരുന്നു. അവർ യാദൃശികമായി ഒത്തുചേരുകയും അവരുടെ മദ്യപാന ശീലങ്ങളെക്കുറിച്ചും മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ ശ്രമങ്ങളെക്കുറിച്ചും അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവർ പരസ്പരം സംസാരിച്ചു. അവർ പരസ്പരം സംസാരിച്ച ആ സമയത്ത് അവർ കുടിക്കാൻ മറന്നുപോയി. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന സാർവദേശീയ കൂട്ടായ്മയ്ക്ക് രൂപം കൊള്ളുന്നത്. 1957 ഈ കൂട്ടായ്മ ഇന്ത്യയിലെത്തി. അതിനുശേഷം കേരളത്തിലേക്കെത്തി. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 32ഓളം സ്ഥലങ്ങളിൽ ഈ കൂട്ടായ്മ ഒരുപാട് മദ്യാസക്തർക്ക് ജീവനും പ്രതീക്ഷയുമേകിക്കൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്നു. 23ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി മദ്യത്തിൻ്റെ രുചി അറിയുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാനൊരു കല്യാണത്തിൻ്റെ തലേന്ന് എൻ്റെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആദ്യമായി മദ്യം ഉപയോഗിക്കുന്നത്. അന്ന് ഞാൻ ആ മദ്യം ഉപയോഗിച്ചപ്പോൾ ഇത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളാകുമെന്നോ എൻ്റെ ജീവിതത്തെ തകിടം മറിക്കുമെന്നോ വിദൂരമായിട്ടുള്ള ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ
പിന്നെയും അത് കുടിക്കാനുള്ള ഒരു താല്പര്യം എനിക്ക് തോന്നി. പിന്നീട് കുടിക്കാൻ കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ കുടിച്ചിരുന്നത് വല്ലപ്പോഴും ഓണം, വിഷു, അതുപോലെ ചില സുഹൃത്തുക്കളുടെ അടുത്തുള്ള ചില സ്വകാര്യ സന്ദർഭങ്ങൾ, ആ സമയത്തൊക്കെയാണ് കുടിച്ചിരുന്നത്. പക്ഷേ മെല്ലെ മെല്ലെ എൻ്റെ കുടീൻ്റെ പാറ്റേൺ മാറാൻ തുടങ്ങി. ഞാൻ രാത്രികൾ കുടിക്കുന്ന ശീലത്തിൽ നിന്ന് മാറി വൈകുന്നേരങ്ങൾ കുടിക്കാൻ തുടങ്ങി. പിന്നീട് അത് ഉച്ചയ്ക്കായി. പിന്നീട് ഏത് സമയത്തും കുടിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറി. ഇത് കുറച്ച് കാലം കൊണ്ട് സംഭവിച്ചതല്ല, കുറച്ച് വർഷങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റമായിരുന്നു ഇത്. ഒരിക്കലും എനിക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. പക്ഷേ വർഷങ്ങൾ കൊണ്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ കുടിയുടെ രീതികൾ മാറി. കുടിക്കുന്ന മദ്യത്തിൻ്റെ അളവ് കൂടാൻ തുടങ്ങി. കുടിക്കുന്ന ഇടവേളകൾ, കുടിക്കാനെടുക്കുന്ന ഇടവേളകൾ കുറയാൻ തുടങ്ങി. ഞാൻ ഏകദേശം എൻ്റെ കല്യാണത്തിൻ്റെ സമയമാകുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഒരു അമിത മദ്യപാനത്തിന് അടിമപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ വളരെ രസകരമായിട്ട് കുടിച്ച ആ ഒരു മദ്യം പിന്നീട് എൻ്റെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറി. അതിനിടയിൽ എനിക്ക് ജോലി കിട്ടി, ഞാൻ കല്യാണം കഴിച്ചു. പക്ഷേ എൻ്റെ കുടി വളർന്നുകൊണ്ടേയിരുന്നു. എനിക്ക് അവസാനം ആകുമ്പോഴേക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് എങ്ങനെയാണ് കുടിക്കുക, ആരുടെ കൂടിയാണ് കുടിക്കുക, എങ്ങനെയാണ് കുടിക്ക് വേണ്ട പണം കണ്ടെത്തുക എന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറി. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഭാര്യ കുടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കുടിക്കാതിരിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ കുടിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ എല്ലാ അർത്ഥത്തിലും മദ്യത്തിന് അടിമപ്പെട്ട ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. ഭാര്യ ആദ്യമൊക്കെ കരഞ്ഞു പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് പറഞ്ഞു, ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിലൊന്നും എനിക്ക് കുടി നിർത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഭാര്യയോട് പ്രതിജ്ഞ ചെയ്യും, ഇനി ഒരിക്കലും കുടിക്കൂല, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ സാധനം തൊടൂല എന്ന് ഞാൻ പറയും. വളരെ ആത്മാർത്ഥയോടുകൂടി തന്നെ പറയുന്നതാണ്. എനിക്ക് കുടിക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് കുടിക്കാതിരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഞാൻ മദ്യപാന ആസക്തി എന്ന് പറയുന്നൊരു പ്രശ്നത്തിലേക്ക് ഞാൻ പെട്ടുപോയി. പക്ഷേ എനിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇതൊരു രോഗമാണെന്നോ ഇതൊരു പ്രശ്നമാണെന്നോ ഒന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നൊരു കൂട്ടായ്മയിൽ ഒരു നമ്പർ എൻ്റെ സഹോദരന് കിട്ടുകയും അദ്ദേഹം എന്നോട് ഈ കൂട്ടായ്മയെപ്പറ്റി പറയുകയും ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ആദ്യമായി ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേർന്നു. എനിക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം കുടി നിർത്താൻ പറ്റാത്ത വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭക്ഷണം വേണ്ട, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കയ്യിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥ. പക്ഷേ മദ്യമില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എപ്പോഴും ആത്മഹത്യയെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്തകൾ വരാൻ തുടങ്ങി. കാരണം എല്ലാ ഭാഗത്തുനിന്നും വീട്ടിൽ പ്രശ്നമാണ്, ജോലിയിൽ പ്രശ്നമാണ്, ആരോഗ്യപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ കൂട്ടായ്മയെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിച്ചേർന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അവിടെ ഒരുപാട് ആളുകൾ എന്നെ ഉപദേശിക്കുന്ന ആളുകളുണ്ടാവും, ഏതെങ്കിലും ഡോക്ടർ ക്ലാസ് എടുക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ആ കൂട്ടായ്മയിൽ കണ്ടെത്തിയത് എന്നെപ്പോലെ എൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് നല്ലവരായ സുഹൃത്തുക്കളെയാണ് ഞാൻ അവിടെ കണ്ടുമുട്ടിയത്. അവരെന്നോട് ആരും മദ്യപാനം നിർത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞത്. അവർ വളരെ സ്നേഹത്തോടു കൂടി എന്നോട് സംസാരിച്ചു. അവരൊക്കെ ഒരു കാലത്ത് എന്നെപ്പോലെ അമിതമായി മദ്യപിച്ച ആളുകളും ഇപ്പോൾ മദ്യത്തിൽ മാറി നിന്ന് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നവരും ആണെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ ജീവിതത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അവരെങ്ങനെയായിരുന്നു, അവർ എങ്ങനെയാണ് ഈ കൂട്ടായ്മയിൽ എത്തിയത്, അവരെ ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇപ്പോൾ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ച അവരൊക്കെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും ഇത് പറ്റില്ലേ എന്നുള്ള ആ ഒരു പ്രതീക്ഷ എൻ്റെ ജീവിതത്തിലുണ്ടായി.
ഇവർക്കൊക്കെ പറ്റുമെങ്കിൽ, ഇവരൊക്കെ എന്നെപ്പോലെ മോശമായിട്ട് കുടിച്ച ആളുകളാണ്, ഇവർക്കൊക്കെ കുടിക്കാതിരിക്കാൻ പറ്റുന്നുണ്ട്, ഈ കൂട്ടായ്മയുടെ സഹായത്തോടെ ഇതിരിക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ എനിക്കും ഇത് പറ്റില്ലേ എന്നുള്ള ആ ഒരു ചിന്ത എന്നിലുണ്ടായി. ഞാൻ ഈ കൂട്ടായ്മയിലൂടെ നിരന്തരം സഞ്ചരിക്കാൻ തുടങ്ങി. ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ഈ കൂട്ടായ്മയുടെ വൈകുന്നേരങ്ങളാണ് ഈ കൂട്ടായ്മകൾ ഉണ്ടാവുക. ആ കൂട്ടായ്മകളിലേക്ക് ഞാൻ നിരന്തരം സഞ്ചരിക്കാൻ തുടങ്ങി. ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിലൊരു മാറ്റം വരാൻ തുടങ്ങി. ഒരു ദിവസം പോലും മദ്യത്തിൽ മാറി നിൽക്കാൻ കഴിയാതിരുന്ന ഞാൻ ഓരോ ദിവസമായിട്ട് മദ്യത്തിൽ മാറി നിൽക്കാൻ തുടങ്ങി. അവിടെയുള്ള ഇതിനു മുമ്പ് കുടി മാറ്റിവെച്ച സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, നിങ്ങളിത് വലിയ ഭാരമായിട്ടൊന്നും എടുക്കണ്ട, ഓരോ ദിവസമായിട്ട് മദ്യത്തിൽ മാറി നിൽക്കാൻ ശ്രമിക്കുക. 24 മണിക്കൂർ മദ്യത്തിൽ മാറി നിൽക്കുക. രാവിലെ നിങ്ങൾ ഇന്നത്തെ 24 മണിക്കൂറിനെ പറ്റി ചിന്തിക്കുക. 24 മണിക്കൂർ മദ്യത്തെ മാറ്റിവെക്കുന്നതിനെ പറ്റി മാത്രം ആലോചിക്കുക. നാളെ കുടിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നാളെയല്ലേ, നാളെ നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ഒരു ദിവസം കുടിക്കാതിരിക്കാനുള്ള പരിശ്രമം നടത്തുക. എനിക്ക് അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നു. കാരണം ഞാൻ കുടി എത്രയോ ദിവസങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. കുടിക്കുന്ന സമയത്തും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ കുടിയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ദിവസത്തേക്ക് മാറി നിൽക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നി. ഞാൻ ഒരു ദിവസം 24 മണിക്കൂർ കുടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ആ ഒരു സംഭവം പ്രായോഗികമാക്കാൻ തുടങ്ങി. എനിക്കത് സാധിച്ചു. ഞാൻ ഇന്ന് ഈ കൂട്ടായ്മയിലൂടെ നിരന്തരം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് 16 വർഷത്തിലധികമായി. 16 വർഷമായി ഞാൻ മദ്യത്തിൽ നിന്ന് മാറി നിന്ന് ഇന്ന് വളരെ നല്ല രീതിയിൽ ഇന്നെനിക്ക് ജീവിക്കാൻ പറ്റുന്നു. ഒരു പക്ഷേ ഒരിക്കൽ പോലും മദ്യത്തിൻ്റെ രുചി അറിയാത്ത ഒരു വ്യക്തി ജീവിക്കുന്നതിനേക്കാൾ ഭംഗിയായി ഇന്നെനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ആ കൂട്ടായ്മയുടെ സഹായത്തോടു കൂടിയാണ് എനിക്കത് സാധിക്കുന്നത്. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് കേവലം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അമിത മദ്യപാനികളുടെ കൂട്ടായ്മയല്ല, മദ്യത്തിൽ നിന്ന് മാറി നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്ന സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ ഫീസോ വരിസംഖ്യയോ നിബന്ധനകളോ നിർബന്ധങ്ങളോ ഒന്നും തന്നെയില്ല. ഇതിന് പ്രത്യേകിച്ച് യാതൊരു ചാർജ് ചെയ്യുന്നില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഓരോ ആളുകളും മറ്റൊരാളെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ, ഞാൻ മറ്റൊരാളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് കുടിക്കാനുള്ള ആ താല്പര്യം എന്നിൽ ഇല്ലാണ്ടാവുന്നു. യഥാർത്ഥത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ എനിക്ക് സംഭവിച്ചത് ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിലൊരു മാറ്റം വന്നു. യഥാർത്ഥത്തിൽ ഒരു മദ്യാസക്തന് അയാൾക്കുള്ളിൽ ഒരു ആന്തരികമായ മാറ്റം ഉണ്ടായാൽ മാത്രമേ മദ്യത്തെ മാറ്റിവെക്കാൻ പറ്റൂ. ഇത് യഥാർത്ഥത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ സാധ്യമാവുന്നു. ഒരേ പ്രശ്നമുള്ള ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്ന ആ ഒരു തിയറി ഇവിടെ പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്രയോ ആളുകൾ ഒരിക്കൽ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന ആ വ്യക്തി പോലും സ്വയം തീരുമാനിച്ച എത്രയോ ആളുകൾ ഇന്ന് ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ച് വളരെ മനോഹരമായി മദ്യത്തെ മാറ്റിവെച്ച് ജീവിക്കുന്നു. മദ്യാസക്തരായ ആളുകൾക്ക് ഒരു തുള്ളി മദ്യം പോലും പറ്റില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തുള്ളി മദ്യത്തിലേക്ക് എത്താതെ ആദ്യത്തെ ആ ഒരു മദ്യം മാറ്റിവെച്ച് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ അമിതമദ്യാസക്തരായ നിരവധി ആളുകൾ, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട നിരവധി ആളുകൾ ഇന്ന് ഒരു ശരാശരി മനുഷ്യനേക്കാൾ എത്രയോ മികച്ച രീതിയിൽ ഇന്ന് ജീവിക്കുന്ന നിരവധി ആളുകൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലെ അമിതമായി മദ്യപിക്കുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തെ, നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. ഈ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് എല്ലാവരാലും വെറുക്കപ്പെട്ട്, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് മദ്യത്തെ മാറ്റിവെക്കാനുള്ള ഒരു കൃത്യമായ പരിഹാരം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരിക. ഈ കൂട്ടായ്മ ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിരവധി സ്ഥലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തലശ്ശേരി ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഈ കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നതിന് യാതൊരു ഫീസോ വരിസംഖ്യയോ മറ്റു കാര്യങ്ങളോ ഇല്ല. സാമ്പത്തിക ഇടപാടുകളില്ല. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമല്ല. മറ്റു യാതൊരു നിബന്ധനകളുമില്ലാതെ പ്രവർത്തിക്കുന്ന, വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ
നിങ്ങളെ പോലത്തെ മദ്യാസക്തർക്ക് തീർച്ചയായും ഒരു ഊന്നുപടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാൻ എന്നെപ്പോലെയുള്ള അമിത മദ്യപാനിയായ ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ഇന്ന് ഞാൻ ഒരു കൂട്ടായ്മയെ നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ രീതികളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ചെറിയൊരു സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം. അതായത് ആൽക്കഹോളിക് അനോണിമസ് അഥവാ മദ്യപാനം നിർത്തുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണിത്. ഇത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു കൂട്ടായ്മയാണ്. കേരളത്തിൽ 350ഓളം ഗ്രൂപ്പുകളിലായിട്ട് ഏതാണ്ട് 25,000 ആളുകൾ ഇതിൻ്റെ 25,000 കുടുംബങ്ങൾ ഇതിൻ്റെ ഭാഗമായി സുബോധത്തിൽ നല്ല രീതിയിൽ മദ്യം മാറ്റിവെച്ച് ജീവിക്കുന്നുണ്ട്. ഇത് മദ്യപാനം നിർത്തുന്നതിനുള്ള ഒരു വളരെ എളുപ്പമുള്ളൊരു വഴിയാണ്. ഇതിൽ ഞാൻ ഒരു മാതൃഭൂമി ആരോഗ്യ മാസിക 2013 ആരോഗ്യ മാസികയിൽ കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. എനിക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടായ്മയിൽ എത്തിയപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ, അതായത് 24 മണിക്കൂർ നേരത്തേക്ക് മദ്യം മാറ്റി വെക്കുക എന്നുള്ളൊരു രീതി, അത് സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കാൻ ആ കൂട്ടായ്മയിലെ ആളുകൾ നിർദ്ദേശിച്ചു. ഇതിൽ നിബന്ധനകളൊന്നുമില്ല, ഇതിന് മറ്റു ഫീസോ മറ്റു ബാധ്യതകളോ ഒന്നുമില്ല. പക്ഷേങ്കിൽ നിങ്ങളിൽ ഒരു മദ്യാസക്തനുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി അവർ ചില ഒരു ചോദ്യാവലി നമ്മൾക്ക് കയറുന്നത്. അതായത് ഒരു പെഗ് കഴിച്ചോ അല്ലെങ്കിൽ 1-2 പെഗ് കഴിച്ചിട്ട് ഒരു സോഷ്യൽ ഡ്രിങ്കറെ പോലെ നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലെ ആളുകളെയാണ് മദ്യാസക്തൻ എന്ന് പറയുന്നത്. അതായത് കുടിക്കുമ്പോൾ പിന്നെയും വേണമെന്നുള്ളൊരു തോന്നൽ, കുടിച്ചാൽ മതിയാവാത്തൊരവസ്ഥ, പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഓർമ്മയില്ല, പറയുന്ന കാര്യങ്ങൾ ഓർമ്മയില്ല, കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ മുമ്പൊക്കെ എനിക്കുണ്ടായിരുന്നപ്പോൾ ഞാൻ അതൊക്കെ എൻ്റെ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളുമുണ്ട്, എൻ്റെ മാനസിക പ്രയാസങ്ങളുമുണ്ട്, എനിക്ക് വല്ലാത്ത രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ, പെട്ടെന്നുള്ള കടബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ടെൻഷൻ കൊണ്ട് കുടിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ധാരണയായിരുന്നു എനിക്ക്. പക്ഷേ ഈ ഒരു മീറ്റിങ്ങിലെത്തിയപ്പോൾ ഇതൊരു രോഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം എൻ്റെ സുഹൃത്തുക്കളൊക്കെ നിയന്ത്രിച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവരെ പോലെ എനിക്ക് പലപ്പോഴും കുടിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ തുടക്കത്തിൽ എനിക്ക് കൂടുതൽ കഴിക്കാൻ സാധിക്കുന്നത് എൻ്റെ കപ്പാസിറ്റി എന്നുള്ള ഒരു അർത്ഥത്തിലൊക്കെയായിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു, കാരണം അമിത മദ്യാസക്തി. അപ്പോൾ ഈ കൂട്ടായ്മയിൽ എത്തിയിട്ട് മദ്യം നിർത്തിയിട്ട് ഞാൻ ഇന്നിപ്പോൾ 11 വർഷമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതിൽ ദിവസങ്ങൾക്ക് പ്രാധാന്യമില്ല. ഒരു ദിവസം, ഇന്നത്തെ ഒരു ദിവസം മാറ്റിവെച്ചാൽ ഒരാൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. കാരണം മദ്യാസക്തി എന്ന് പറയുന്ന ഒരു രോഗം ഒരിക്കൽ പിടിപെട്ടാൽ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന, അത് വിട്ടുപോകില്ല എന്നാണ് ആൽക്കഹോളിക് അനോണിമസ് പറയുന്നത്. അപ്പോൾ അവരൊരു ജീവിത രീതി നമുക്ക് കാണിച്ചു തരുന്നു. ഇങ്ങനെ മദ്യം മാറ്റി വെക്കുമ്പോൾ കേവലം മദ്യം മാറ്റി വെക്കൽ മാത്രമല്ല, അതിൽ നമ്മളെ ബാക്കിയുള്ള ഒരുപാട് ചിന്താ വൈകല്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം മദ്യാസക്തന് പലപ്പോഴും ആത്മഹത്യാ പ്രവണത, അമിതമായ ദേഷ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം വിലയിരുത്താനാണ് പറയുന്നത്. ആ ഒരു കൂട്ടായ്മയിൽ ഒരാൾ വേറൊരാളെ വിലയിരുത്തുന്നില്ല, അവനവനോട് വിലയിരുത്താനാണ് പറയുന്നത്. ഈ രീതിയിലുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതായത് വേറൊരാൾ അയാളുടെ അനുഭവം ഷെയർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഇതേ രീതിയിലാണല്ലോ ഇപ്പോൾ എൻ്റെ കുടി കൊണ്ട്, എൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണ്, എൻ്റെ കുടി കൊണ്ട് ഞാൻ സമൂഹത്തിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക്, എൻ്റെ ഭാര്യക്കോ അമ്മക്കോ ഉണ്ടായ വിഷമങ്ങളെക്കുറിച്ചൊക്കെ വേറൊരാൾ പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ചിന്തിക്കുന്നു, എനിക്കും ഈ രീതിയിൽ എൻ്റെ ഭാര്യയോ അമ്മയൊക്കെ നാണം കേട്ടിട്ടുണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു സ്വന്തമായിട്ടൊരു സെൽഫ് കൗൺസിലിംഗ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ സ്വയം ഉണ്ടാകുന്ന ഒരു സെൽഫ് റിക്കവറിയാണിത്. അല്ലാതെ മറ്റൊരാൾ നിർബന്ധിച്ചിട്ട് നീ ഇന്നു മുതൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു നിബന്ധനകൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സ്വന്തമായിട്ട് സ്വന്തം രോഗത്തെ വിലയിരുത്തിയിട്ട് സാധിക്കും, ഇതിൽ നിന്ന് മാറിയിരിക്കാൻ സാധിക്കുമെന്നാണ് കൂട്ടായ്മ പറയുന്നത്. അതായത് ചിലർക്ക് പെട്ടെന്ന് മദ്യം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലേക്ക് പോകേണ്ട അവസ്ഥകളുണ്ടാവും. അങ്ങനെയുള്ള ചികിത്സ കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾക്ക്, അതായത് അവർ കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ കിടക്കുമ്പോൾ അതിൻ്റെ ലഭ്യത ഇല്ലാതിരിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും കൂടി നിർത്തും. അതിനുശേഷം നമ്മൾ മാത്രമാണ് മാറ്റത്തിന് തയ്യാറാകുന്നത്. പുറത്തുള്ള ബാറുകളോ ഷാപ്പുകളോ എല്ലാം അതേപോലെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ളൊരു മീറ്റിങ്ങിലെത്തുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരാൾ ഞാൻ നിർത്തിയിട്ട് ഇത്ര വർഷമായി, ഇത്ര ദിവസമായി, അപ്പോൾ അതിന് ശേഷം കുടുംബത്തിലും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെടുന്നുണ്ട്. ആ ഒരു രീതികളൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെ സാധിക്കുന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മളെത്തും. കാരണം ഇതിൽ വിദ്യാഭ്യാസ നിലവാരം കൊണ്ടോ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ
അറിവില്ലായ്മ കൊണ്ടുവന്നല്ല, ഇതിന് അടിമപ്പെട്ടു പോയി, ഇതൊരു രോഗമാണ്. ഇതിന് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരവ് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെയുള്ള സാധിക്കുന്ന ആളുകളുടെ കൂടെ ഇടപഴകിയിട്ട് തിരിച്ചു വരാൻ സാധിച്ച ഒരാളാണ്. ആ ഒരു അറിവ് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഈ ദിവസം പങ്കുവെക്കാനുള്ളത്. ഈ ഒരു കൂട്ടായ്മകളിലേക്ക് എത്തിപ്പെടാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കറിൽ കാണാൻ സാധിക്കും, മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണോ, ആൽക്കഹോളിക് അനോണിമസിന് ഒരു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. കാരണം തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആൽക്കഹോളിക് ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക, നിങ്ങൾ വിലയിരുത്തി നോക്കുക. അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. കാരണം അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്നും ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. ഇത് പല സ്ഥലത്തും മീറ്റിങ്ങുകളായിട്ടാണ് നടക്കാറ്. അതിന് ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരാം. അതിന് ഇതിൻ്റെ സേവനം തികച്ചും സൗജന്യമാണ്. എവിടെയും നിങ്ങൾക്ക് ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചാൽ അതിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് ഉത്തരം തരാൻ ആളുകളുണ്ടാവും. അപ്പോൾ കുടുംബത്തോടെ ഇതിലേക്ക് കയറി വരാം. കാരണം ഇതൊരു കുടുംബ രോഗമാണ്. നമ്മുടെ ഈ കുടി കൊണ്ട് നമ്മളെ കുടുംബവും വല്ലാത്ത രീതിയിൽ വിഷമിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ സഹായിക്കുന്നതിനായി അല്ലനോൺ കൂട്ടായ്മകളുണ്ട്. കാരണം എൻ്റെ ഭർത്താവ് ഈ രീതിയിൽ കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ മാത്രം കുടിച്ചതുകൊണ്ട് ഞാനെന്തിന് ഇതിന് പോകണമെന്നല്ല. കാരണം ഭർത്താവിന് ഒരു രോഗിയാണ്, അയാളെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള അല്ലനോൺ കൂട്ടായ്മയിൽ ഇതിനു മുന്നേ സഞ്ചരിച്ച ആളുകളുണ്ടാവും. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം ഇയാൾ പെട്ടെന്ന് കുടി നിർത്തിയ ഉടനെ സാമ്പത്തിക സ്ഥിതിയും മറ്റുള്ള കാര്യങ്ങളൊന്നും മെച്ചപ്പെടണമെന്നില്ല. അത് അയാളെ വൈകാരികമായ പ്രശ്നങ്ങളുണ്ടാകും. പല രീതിയിലും ഇത് കുടി നിർത്തുമ്പോൾ വല്ലാത്ത രീതിയിൽ ദേഷ്യം, അകാരണമായ ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് ഇയാളെ ഒരു രോഗി എന്നുള്ള ഒരു പരിഗണന, ആ ഒരു പരിഗണന കിട്ടിക്കഴിഞ്ഞാൽ പലരും മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ട ജൻവാണി ശ്രോതാക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയത് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു അത്ഭുതം പറയാനാണ്. 2018 ഒരു ജൂൺ 6-ാം തീയതി മാതൃഭൂമി ദിനപത്രത്തിലൂടെ ഞാൻ ആദ്യമായി ആൽക്കഹോളിക്സ് അനോണിമസിനെ വായിച്ചറിഞ്ഞ് എനിക്ക് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആ നിമിഷം തന്നെ തോന്നി. യഥാർത്ഥത്തിൽ 2018 ജൂൺ 6-ാം തീയതി ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഒരു കൂട്ടായ്മയെ പറ്റി മാതൃഭൂമി കാഴ്ചയിൽ ഞാൻ വായിച്ചപ്പോൾ എന്തുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചു എന്ന് വെച്ചാൽ, ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപേ നിയന്ത്രണമില്ലാതെ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നില്ല കടുത്ത ആഗ്രഹത്തോടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും പാടേ തകർച്ച നേരിട്ട ഒരു സമയത്താണ് മദ്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കണമെന്നില്ല ആഗ്രഹത്തോടെ ഞാൻ കുടിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാസങ്ങൾ നിർത്തിയിട്ടുണ്ട്, ആഴ്ചകൾ നിർത്തിയിട്ടുണ്ട്. എപ്പോഴും ഇന്ന് കുടിച്ചിട്ട് കുടിക്കുമ്പോൾ നാളെ മുതൽ നിർത്താം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നിർത്താം, 1-ാം തീയതി നിർത്താം, അല്ലെങ്കിൽ ഈ വർഷം അങ്ങ് പോകട്ടെ അടുത്ത കൊല്ലം 1-ാം തീയതി നിർത്താം എന്നുള്ള കടുത്ത തീരുമാനങ്ങൾ എടുത്തു. എല്ലാ തീരുമാനങ്ങളും പാഴായിപ്പോയി. രാവിലെ മുതൽ വൈകുന്നേരം 10 മണി വരെയൊക്കെ ഇന്ന് കുടിക്കണ്ട എന്ന് വെക്കും. അവസാന ഘട്ടം എന്നാൽ ചെറുങ്ങനെ ഒരു പെഗോ 1.5 പെഗോ അടിക്കുക എന്നുള്ള തീരുമാനത്തിൽ 10 മണിക്ക് ശേഷമോ അല്ല അതിന് ശേഷമോ തീരുമാനം എടുത്ത് കുടിക്കും. പക്ഷേ തലേന്നോ അതിൻ്റെ മുൻപോ എങ്ങനെ കുടിച്ചിട്ട് ഞാൻ ഈ തീരുമാനം എടുത്തിനോ അവിടത്തേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം മതി. ഞാൻ പിന്നെയും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. ശരിക്ക് നിയന്ത്രണമില്ലാത്ത ആ ഒരു മദ്യപാന അവസ്ഥ. എൻ്റെ കൂടെ കുടിച്ച 3-4ഓളം സുഹൃത്തുക്കൾ മദ്യപാനം കൊണ്ട് മാത്രം മരണപ്പെട്ട ഒരവസ്ഥ. അവരൊക്കെ മരണപ്പെട്ടതിന് ശേഷം അവരെ വീട്ടിലുണ്ടാകുന്ന ഒരുപാട് വിഷമങ്ങൾക്ക് സാക്ഷിയായ ഒരവസ്ഥ. സാമ്പത്തികമായിട്ട് പാടേ തകർന്നു പോയ എൻ്റെ കുടുംബാന്തരീക്ഷം. പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് നല്ല ഒരു സ്ത്രീയായ ഒരു ഭാര്യ, നല്ലൊരു കുടുംബം, ഇതൊക്കെ എന്നെ മാനസികമായിട്ട് നന്നേ വിഷമിപ്പിച്ചു. എങ്ങനെയെങ്കിലും മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നില്ല കടുത്ത തീരുമാനങ്ങൾ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മദ്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ സഞ്ചരിക്കുമ്പോഴാണ് ഞാൻ 2018 മാതൃഭൂമിയിലെ ആ കാഴ്ച എന്ന കോളത്തിലെ ആൽക്കഹോളിക്സ് അനോണിമസിനെ ആദ്യമായിട്ട് വായിച്ചറിയുന്നത്. അതിൽ കണ്ട കാര്യം, മദ്യപാനോ നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ, ആണെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം എന്ന ഒരു തലക്കെട്ടോടുകൂടിയ 2 വരി വാചകം എന്നെ ആകർഷിച്ച്
ആ നിമിഷം തന്നെ ഞാൻ ആ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ച് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചു. അപ്പോൾ മറുഭാഗത്തുനിന്ന് ഒരു സ്നേഹവായ്പയോടെ ഒരു സുഹൃത്ത് സംസാരിച്ചു. നാളെ വെള്ളിയാഴ്ച തലശ്ശേരി ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ ആടത്തേക്ക് വരണോ, 6:30 പരിപാടി, പറ്റുമുണ്ടെങ്കിൽ 6:20 തന്നെ ആടെ എത്തണമെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം വെള്ളിയാഴ്ച പോവാൻ തീരുമാനിച്ച് നിൽക്കുമ്പോൾ, സാധാരണഗതിയിൽ മദ്യത്തിന്ന് എപ്പം മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒന്ന് നല്ല രീതിയിൽ കുടിച്ചിട്ട് നാളെ മുതൽ നിർത്താം എന്ന് തീരുമാനിക്കുന്ന ഞാൻ അന്ന് ആദ്യമായിട്ട് ആ വ്യാഴാഴ്ച കുടിക്കാതെ വെള്ളിയാഴ്ച ആ പരിപാടിയിലേക്ക് എത്തിപ്പെട്ട് 16ഓളം ആളുകൾ അന്ന് ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മദ്യത്തിന്ന് മാറി നിൽക്കാൻ ഉതകുന്ന ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തെടുത്ത് എൻ്റെ മനസ്സിന് ആദ്യം തോന്നിയ ആകർഷണം, അതിൽ കണ്ട ആളുകളൊക്കെ നല്ല വൃത്തിയും വെടിപ്പും നല്ല സ്വഭാവവും പെരുമാറ്റമുള്ള ഒരു പ്രത്യേകതരം ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടി. അവിടെ വെച്ചിട്ട് ആളുകൾ, ഞാൻ 9 വർഷമായി, 8 വർഷമായി, 7 വർഷമായി, 3 വർഷമായി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു കൂട്ടായ്മയിൽ ഇരുന്നിട്ട് ആളുകൾ എങ്ങനെ ഇത്ര വർഷങ്ങൾ കുടിക്കാതിരുന്നു എന്ന് ഞാൻ ചിന്തിച്ച്. എല്ലാ സ്ഥലങ്ങളിലും ആളുകളെ ഉയർത്തിയിട്ടും പൊക്കിയിട്ടും പറയുന്ന ഒരു സ്ഥിതിവിശേഷം കാണാനിടയായ എനിക്ക് അന്ന് ആ കൂട്ടായ്മയിൽ ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങൾ പച്ചയായിട്ട് പറയുന്ന ഒരവസ്ഥ അതെന്നെ വല്ലാത്ത രീതിയിൽ ആകർഷിച്ച്. ആളുകൾ അവരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞു, മറ്റാരെ പറ്റി ഒന്നും പറയുന്നില്ല, ആരും ഉപദേശിക്കുന്നില്ല, ആരും നിർദ്ദേശിക്കുന്നില്ല, ഒന്നും നിർബന്ധവുമില്ല. എനിക്കെന്തുകൊണ്ടോന്നറിയില്ല ആ ഒരു കൂട്ടായ്മ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട്. തുടർന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ആ കൂട്ടായ്മയിൽ പങ്കെടുത്തു തുടങ്ങി. അപ്പോൾ വെള്ളിയാഴ്ചകൾ മാത്രം കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ തിരിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യും എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. കാരണം മദ്യത്തിൽ നിന്ന് മാറിയ നേരത്ത് ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ട്, ഒരു വിരസത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളിയാഴ്ച മാത്രം ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ട് ബാക്കി 6 ദിവസം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു വലിയൊരു സത്യം മനസ്സിലായത്. ഇത് 90 അന്ന് 83 വർഷം എന്ന് പറഞ്ഞിട്ട് 83 വർഷങ്ങൾക്ക് മുമ്പേ ജന്മം കൊണ്ട ഒരു കൂട്ടായ്മയാണ്. അത് ലോകത്ത് പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്, കേരളത്തിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ ജില്ലയിൽ തന്നെ 10-16ഓളം സ്ഥലങ്ങളിൽ അത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി എല്ലാ കൂട്ടായ്മകളിലും മാറി മാറി സഞ്ചരിച്ചു തുടങ്ങി. ശരിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഈ ഒരു കൂട്ടായ്മയിൽ അംഗമാകാൻ പ്രത്യേകിച്ച് ഒരു നിബന്ധനയുമില്ല. മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നില്ല ഒരു ആഗ്രഹം മാത്രമാണ് ഈ എയിൽ ചേരാൻ വേണ്ട ഒരേ ഒരു യോഗ്യത. അതിൻ്റെ എല്ലാ പരിപാടികളും എന്നെ അങ്ങേയറ്റം ആകർഷിച്ച്. കാരണം ഒരു ജാതിൻ്റെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ സമ്പന്നനാണെന്നോ പാവപ്പെട്ടവനാണെന്നോ വിദ്യാഭ്യാസം ഉള്ളവനാണെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെന്നോ ഒരു വേർതിരിവുമില്ലാതെ ഒരേപോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമാന മനസ്കരെ ഒരു കൂട്ടായ്മ ഞാൻ ശരിക്കും അതിൽ കണ്ട്. അതെന്നെ വളരെയധികം ആകർഷിച്ച്. കാരണം ഒരു വേർതിരിവും കാണിക്കാതെ മദ്യം കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി കടന്നു വരുമ്പോൾ എൻ്റെ അതേ പ്രശ്നമാണ് ഇയാൾ അനുഭവിക്കുന്നില്ല ഭാവത്തിൽ ആ ലാഘവത്തോടെ അയാളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന, അയാളെ പേരെന്താണെന്നോ അയാളെ നാടെന്താണെന്നോ അയാളെ ജോലി എന്താണെന്നോ അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ അയാളെ മക്കൾ എത്രയുണ്ട് മക്കൾക്ക് എന്ത് ജോലിയാണ് എന്നൊന്നും ചിന്തിക്കാതെ എന്നൊന്നും ആരും സംസാരിക്കാതെ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതിലേക്ക് ഇയാൾക്ക് എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാരെയും ഒരേ രീതിയിൽ ചേർത്ത് പിടിക്കുന്ന അത്ഭുതകരമായ ഒരു കൂട്ടായ്മയായി എനിക്കതിനെ അനുഭവപ്പെട്ടു തുടങ്ങി. കൂട്ടായ്മയിൽ നിന്നും കൂട്ടായ്മയിലേക്ക് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരുന്ന് ഇന്ന് 8 വർഷത്തിലധികമായി ഞാൻ കൂട്ടായ്മയിലോട്ട് ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് എനിക്ക് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഈ കൂട്ടായ്മയെ സമീപിച്ചതെങ്കിലും കൂടി ഇന്ന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാനെടുക്കുന്ന തൊഴിലായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, ചുറ്റുപാടുകളായിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഇത് പ്രയോഗിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഈ ഒരു കൂട്ടായ്മേൻ്റെ ആ ഒരു ചേർത്ത് പിടുത്തോ മദ്യത്തിൽ നിന്ന് മാറി നിന്നതിൽ ഉണ്ടായ ആ ഒരു വലിയൊരു അനുഭവം ഇന്ന് കള്ളങ്ങൾ ചെയ്യാണ്ടും കള്ളത്തരങ്ങൾ പറയാണ്ടും എല്ലാ രംഗങ്ങളിലും സജീവമായി ഇടപെടാനും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നമുക്ക്
ഈ ലഹരി വിരുദ്ധ ദിനത്തിന് ഈ ഒരു സന്ദേശത്തിൻ്റെ ഭാഗമായി 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞെടുത്ത് സാധാരണഗതിയിൽ ഞാൻ ഒരു ആൾക്കൂട്ടങ്ങളിൽ ഒരു 2 വാക്ക് പറയാൻ, ഒരു PTA മീറ്റിങ്ങിൽ ഒന്ന് അഭിസംബോധനയായിട്ട് ഒരു വാക്ക് പറയാൻ പോലും മടി കാണിക്കുന്ന, തല ഉയർത്തിയിട്ട് ആളുകളെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റാത്ത എനിക്ക് ഇന്ന് ഈ റേഡിയോ സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങളെ മുമ്പിൽ ഈ ഒരു കാര്യം ആത്മാർത്ഥതയോടെ തലയെടുപ്പോടെ ഇന്ന് പറയാൻ പറ്റുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സന്ദേശം കിട്ടിയിട്ട് ഈ ഒരു കൂട്ടായ്മയിൽ വന്നിട്ട് മദ്യത്തിൽ നിന്ന് മാറി നിന്നിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ അത്ഭുതകരമായ മാറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ശബ്ദമിടറാതെ, കാലിടറാതെ, മനസ്സിടറാതെ നിങ്ങളെ മുമ്പിൽ എനിക്ക് കിട്ടിയ ഈ ഒരു സന്തോഷം പങ്കുവെക്കണോ. ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇതിൽ ഒരു 5 പൈസ ആവശ്യമില്ലാത്ത തികച്ചും സൗജന്യമായ ഈ ഒരു വലിയൊരു പരിപാടി ശരിക്കും അറിയാതെ പോകാൻ പാടില്ല. അറിയാതെ എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിൽ കുടിച്ചു മരിച്ചു പോകുന്നുണ്ട്. ശരിക്ക് ആൽക്കഹോളിക്സിൻ്റെ സന്ദേശം അറിയുക എന്നതിന് പുറമെ ഇത് കേൾക്കുന്ന ആളുകൾ മദ്യം ഒരു പ്രശ്നമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഞാനും കുടിക്കുന്ന സമയത്ത് വിചാരിച്ച് ഞാൻ ഉറപ്പോലല്ല ഇവരെപ്പോലല്ല ഞാനൊരു വലിയൊരു കേമനാണെന്നെല്ലാം വിചാരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ആളുകളെ കേട്ടു തുടങ്ങിയിടത്താണ് ഞാനും ഒരു വലിയൊരു പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ്. എൻ്റെ സ്വഭാവത്തിൽ വൈകല്യങ്ങളുണ്ട്, എൻ്റെ പെരുമാറ്റത്തിൽ വൈകല്യങ്ങളുണ്ട്, എൻ്റെ സംസാരത്തിൽ വൈകല്യങ്ങളുണ്ട്, എൻ്റെ പ്രവൃത്തിയിൽ വൈകല്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുകയും ശരിക്ക് അവനവൻ്റെ തെറ്റുകൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പരിപാടിനകത്ത് എത്തിയത് കൊണ്ടാണ് ഇന്ന് എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഇതിനൊക്കെ എങ്ങനെ മാറ്റം വരുത്തണം എന്ന ചിന്തയോടെ ഇന്ന് ജീവിക്കുമ്പോൾ എല്ലാ രംഗത്തിലും അതിമനോഹരമായിട്ട് ഇന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ട്, ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, പ്രകൃതിയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, യാത്രകളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഈ ഒരു കൂട്ടായ്മയിലൂടെ ശരിക്ക് ഒരു പുനർജന്മമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്നിത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു വിഷമം അനുഭവിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്ത് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പരിപാടിയായിട്ടാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മേന ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ശ്രോതാക്കൾ FM ഓപ്പൺ സ്പേസിലൂടെ ഇതുവരെ കേട്ടത്. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ? എങ്കിൽ മടിക്കേണ്ട, ഇപ്പോൾ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ബന്ധപ്പെടൂ. 9447 961166 9447 961177. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9447 961166 9447 961177. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മ സാമൂഹ്യ പ്രതിബദ്ധതയോടെ അതിന്റെ മുന്നേറ്റം തുടരട്ടെ. ആരോഗ്യപരമായോ സാമൂഹ്യപരമായോ ഇന്നുവരെ ആർക്കും ഒരു ഉപകാരവുമില്ലാതെ മലയാളികളിൽ പലരും എടുത്തണിഞ്ഞ ദുശ്ശീലത്തെ എന്നേക്കുമായി തുടച്ചുമാറ്റിയാൽ തന്നെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല അതിക്രമങ്ങൾക്കും അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ വിരാമമാകും. പക്ഷേ മുൻകൈയെടുക്കേണ്ടത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. ആർക്കും വേണ്ടാത്ത ഒരു ജന്മമായി സർവരാലും വെറുത്ത് ശിഷ്ടകാലവും കഴിച്ചുകൂട്ടണോ, അതോ ഇനിയങ്ങോട്ട് ഉന്മേഷത്തോടെ ഒരു ഉത്തമ പൗരനായി ജീവിക്കണോ എന്നതെല്ലാം അതാത് വ്യക്തികൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എനിക്കിത് സാധിക്കും എന്ന ധൈര്യം കൂടെയുണ്ടെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് നിങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് നിങ്ങളുടെ ഫോണിൽ ഒന്ന് വിരലമർത്തുകയേ വേണ്ടൂ. ജീവിതത്തെ നിറമുള്ളതാക്കാം. ഹെൽപ്പ് ലൈൻ നമ്പർ 9447 961166 9447 961177. എല്ലാവർക്കും നന്മകൾ. നിർവഹണം N. വിനീത് കുമാർ. സ്റ്റുഡിയോ സഹായം റിൻഷ സുജിത്ത്. FM ഓപ്പൺ സ്പേസ്, പാട്ടിനപ്പുറം അല്പം വിജ്ഞാനം.